ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തിരികെ അന്വേഷിച്ചു വരുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ അവഗണിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സെപ്പറേഷനിൽ ഡിസ്റ്റൻസിലൊക്കെ പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർ വീണ്ടും നിങ്ങളെ അന്വേഷിച്ച് വരുന്നു, നിങ്ങൾക്കൊരു മെസ്സേജോ കോളൊക്കെ അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് അവർ തിരികെ വരുന്നത് എന്നുള്ളതാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷത്തിൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുന്നതിൻ്റെ ആ ഒരു കാരണം എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത്, യഥാർത്ഥമായിട്ടുള്ള ആ ഒരു കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതിനുള്ള ആ ഒരു കാരണം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 3 ഓഫ് വാൻഡ്സ്, ഫയർ എനർജിയാണ് നമുക്കിവിടെ രണ്ട് കാർഡുകളിലും വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് 3 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ 5 ഓഫ് വാൻഡ്സ്, വീണ്ടും വാൻഡ്സിന്റെ കാർഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്ട്രെങ്ത് കാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്, ക്വീൻ ഓഫ് സോഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കിങ് ഓഫ് പെൻഡക്കിൾസ് കിട്ടുന്നുണ്ട്. 2 ഓഫ് സോഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏസ് ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്. 5 ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് കൂടി നോക്കാം. മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടുന്നത് 10 ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിന് കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ റീഡിങ്ങിൽ ആയിട്ട് റെസിനേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്തിട്ടില്ലാത്ത ഒരു എനർജി വളരെ ശക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ പറയുകയാണെങ്കിൽ ആദ്യത്തെ കാർഡ് നൈറ്റ് ഓഫ് വാൻഡ്സും അതുപോലെ 3 ഓഫ് വാൻഡ്സുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കാർഡുകൾ രണ്ടും കാണിക്കുന്നത് അവര് ഒരു കാലത്ത് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയ രീതിയിൽ പെരുമാറിയിരുന്ന വ്യക്തികളായിരുന്നു എങ്കിലും ഇപ്പോഴ് ദൂരത്ത് നിന്ന് നിങ്ങളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന എനർജി അവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവര് നിങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനിയൊരു ചാൻസ് അവർക്ക് ഉണ്ടാകുമോ, നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്ന ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ അവരിൽ ഇപ്പോഴും ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൻഡ്സ് കാരണം ഇവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഒരു ഫിസിക്കൽ ആയിട്ടുള്ള അട്രാക്ഷൻസ്, ആ ഒരു കെമിസ്ട്രി ഒക്കെ വർക്ക് ആവുന്ന ഒരു സമയമാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു വൈബ്, ആ ഒരു പോസിറ്റീവ് വൈബ്, ആ ഒരു നല്ല ഓർമ്മകൾ, ആ ഒരു സ്പാർക്ക് ഒന്നും അവരിപ്പോഴും മറന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എങ്കിലും ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ അവര് നിങ്ങളെ അവഗണിച്ചു പോയി, അല്ലെങ്കിൽ ഇവിടെ ഒരു സെപ്പറേഷൻ നടന്നിട്ടുണ്ട് എന്തായാലും, അതിനുശേഷം ഇനി അവർക്കൊരു ചാൻസ് കിട്ടുമോ എന്നവർ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവരായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞു ഈ ഒരു അവസരം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു 3 ഓഫ് സോഡ്സിന്റെ കാർഡും അതുപോലെ തന്നെ 5 ഓഫ് വാൻഡ്സിന്റെ കാർഡും കിട്ടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പിനേഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കാർഡുകളാണ് ഈ ഒരു കാർഡുകൾ. ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഈഗോ ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഹർട്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇമോഷണൽ ആയിട്ട് നിങ്ങൾ വളരെയധികം വേദന അനുഭവിച്ചിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന്. അപ്പൊ അവര് നിങ്ങളെ ഹേർട്ട് ചെയ്തതിന്റെ ഒരു കുറ്റബോധം അവരുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്.
പുറത്തേക്ക് സ്ട്രോങ് ആയിട്ട് അവർ കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ അത് സോൾവ് ആകാതെ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു വേദന, ആ ഒരു റിഗ്രറ്റ് അവിടെ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇവിടെ 5 of Wands കാണിക്കുന്ന അവരുടെ മൈൻഡിൽ ഇപ്പോഴും ഒരു തർക്കം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. തിരികെ വരണോ ഇല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ വിട്ട് കളയണമോ എന്നിങ്ങനെയുള്ള ഒരു ഇന്റേണൽ ബാറ്റിൽ അവരുടെ ഉള്ളിൻ്റെ, അതായത് യുദ്ധം നടക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ട് കാര്യങ്ങൾ, നിങ്ങളിലേക്ക് തിരികെ വരണമോ എന്ന് ചിന്തിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇവരെ വിട്ട് കളഞ്ഞേക്കാം അല്ലെ കളയണോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി. കൺഫ്യൂഷൻ ആണ് അവർക്ക്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് കാർഡാണ് അടുത്ത വരുന്ന കാർഡ്. സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങളെ കംപ്ലീറ്റ്ലി ഫൊർഗെറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അതിനായിട്ട് അവർക്ക് പറ്റിയില്ല. നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ട് അത് അവർ കൺട്രോൾ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചെങ്കിലും അവർക്കത് അത്ര എളുപ്പമായിരുന്നില്ല. അപ്പൊ നിങ്ങളിൽ നിന്നൊരു കാം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി മച്യൂർ ആയിട്ടുള്ള എനർജിയാണ് എപ്പോഴും പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ആ തരത്തിലുള്ള ഒരു എനർജിയാണ്. ഇപ്പോൾ ആ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞതായിരിക്കാം ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന രീതിയിൽ അവരായിരിക്കാം ഒരു സെപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ, സാധാരണ ആളുകൾ നമ്മൾ അവരെ ചേസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അവരായിട്ട് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ കൊണ്ടുവന്നവരാണെങ്കിൽ ഞാൻ വെറുതെ ഇരുന്ന ഒരു വ്യക്തിയല്ലേ, എന്നെയല്ലേ നിങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചു കൊണ്ടുവന്നേ, അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ മോശമായ രീതികളൊക്കെ സംസാരിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ കാമായിട്ടാണ് നിങ്ങൾ അതിനോടൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ട് ഓക്കെ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആ ഒരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇമോഷണലി വളരെ മച്യൂർ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു എനർജി കാണിക്കുമ്പോൾ അവർക്ക് ആദ്യം വളരെ സന്തോഷത്തോടെയൊക്കെ ആ ഒരു സെപ്പറേഷൻ കണ്ടിരുന്നുവെങ്കിലും പിന്നീട് അവർക്ക് അതിനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല, ആ ഒരു ബോണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡും വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാർഡുകൾ ഇവിടെ വരുമ്പോൾ വളരെ പവർഫുൾ ആണ് ഈ രണ്ട് കാർഡുകൾ. അവര് നിങ്ങളെ രണ്ട് രീതിയിൽ കാണുന്നു എന്നതാണ് കാണിക്കുന്നത്. അതായത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കെയറിങ് ആയിട്ടുള്ള, ലവബിൾ ആയിട്ടുള്ള, ഇമോഷണലി വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന രീതിയിലും, അതുപോലെ ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബൗണ്ടറീസ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, സെൽഫ് റെസ്പെക്റ്റ് ഉള്ള, ഒരു ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി. അപ്പൊ ആ രണ്ട് രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല ഒരു ബുദ്ധിയുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എപ്പോഴൊക്കെ സംസാരിക്കണം, എപ്പോഴൊക്കെ സംസാരിക്കേണ്ട, എവിടെയൊക്കെ പ്രതികരിക്കണം, എവിടെയൊക്കെ റെസ്പോണ്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നല്ല സെൽഫ് റെസ്പെക്റ്റ് ഉള്ള, ഡിസിപ്ലിൻ ഉള്ള, ആർക്കും നിങ്ങളെ വട്ടം ചുറ്റിക്കാനോ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനോ പറ്റാത്തൊരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കെയറിങ് നേച്ചറും ഉണ്ട്. വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇമോഷണലി ഒരു പേഴ്സണുമായിട്ട് കണക്ട് ആയി നിൽക്കുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് കണക്ഷൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഇതൊക്കെ ഈ ഒരു പേഴ്സണിന് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർ ആ ഒരു രീതിയിൽ, രണ്ട് രീതിയിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒക്കെ ഇവർ കാണുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ ജെന്യുവൻ ആണെങ്കിലും ഇനി പഴയതുപോലെ ഈസിലി ഈ ഒരു പേഴ്സണിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ കൂടുതൽ ക്യൂരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് ആലോചിക്കുന്നത്, നിങ്ങളിലേക്ക് വരാനായിട്ട് ആലോചിക്കുന്നത്. കാരണം അവർക്കിപ്പോൾ നിങ്ങളെ വേണം എന്നുള്ളൊരു രീതിയിലേക്ക് അവരുടെ ചിന്തകൾ പോവുകയാണ്. അവരുടെ എനർജീസ് അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് കാണിക്കുന്നത് അവരിപ്പോ ഒരു സ്റ്റെബിലിറ്റിയെ കുറിച്ചൊക്കെ കൂടുതൽ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നു. മുൻപ് ഈ റിലേഷൻഷിപ്പിലൊക്കെ നിന്നിരുന്ന സമയത്ത് ഒരു കാഷ്വൽ അല്ലെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എനർജി, ഒട്ടും കൺസിസ്റ്റന്റ് ആയിട്ടല്ല. നിങ്ങൾ വേണമെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇടട്ടെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നിങ്ങളായിരിക്കാം മുന്നോട്ട് ഇറങ്ങി ചെന്നിട്ട് അതൊരു അവരെ പാമ്പർ ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കാം. പിന്നെ ഈ റിലേഷൻഷിപ്പിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എഫോർട്ട് ഇടുന്ന ഒരു പേഴ്സൺ നിങ്ങളായിരുന്നിരിക്കാം. അവരൊരു ഇൻകൺസിസ്റ്റന്റ് ഇവരുണ്ടെങ്കിൽ വന്നോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ ഇപ്പോ ഒരു ലോങ് ടൈം സെക്യൂരിറ്റി, ഒരു കമ്മിറ്റ്മെന്റ്, ഒരു ശരിക്കും പറഞ്ഞ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ വേണം എന്നതിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ശരിക്കും ഒരു ലൈഫ് പാർട്ട്ണർ മെറ്റീരിയൽ ആയിട്ട് കാണുന്ന ഒരു എനർജി ഇവിടെ നമുക്ക് ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്കിവിടെ 2 ഓഫ് സോർഡ്സിന്റെ കാർഡ് കാണാം. അപ്പോൾ അവിടെ നമുക്കൊരു ഈഗോയ് അല്ലെങ്കിൽ ഫിയർ ഓഫ് റിജക്ഷൻ, ആ പഴയ ഇഷ്യൂസ് വീണ്ടും വരുമോ എന്നുള്ള ഡൗട്ട്, ഇതൊക്കെ അവരെ ഒരു പുറകോട്ട് വലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവര് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും
ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതിൽ ഒരു കൺഫ്യൂഷൻ അവർക്ക് കാണുന്നു എന്നുള്ളത്. കാരണം ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഈ ഒരു ഈഗോ, അവർക്ക് കുറച്ച് ഈഗോസ് ഉണ്ട്. അതുപോലെ തന്നെ കുറെ ആളുകൾക്കാണെങ്കിൽ ഇനി അവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ വളരെ മോശക്കാരനോ മോശക്കാരിയോ ഒക്കെ ആക്കിയിട്ടായിരിക്കും അവർ മാറിപ്പോയിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകൾ വരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം എന്ന് അവർക്കും അറിയാം. അപ്പൊ ആ ഒരു ഇനി നിങ്ങളിലേക്ക് വന്നിട്ട് വീണ്ടും ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഡയറക്റ്റ് പറഞ്ഞെങ്കിലോ എന്നുള്ളൊരു ചിന്ത, അതും ആ ഒരു പഴയ ഇഷ്യൂസ് ഒക്കെ വീണ്ടും ഇനി ഈ റിലേഷൻഷിപ്പിൽ വരുമോ എന്നൊക്കെയുള്ള ചിന്തകൾ, ഇതൊക്കെയാണ് അവരെ പുറകോട്ട് വലിച്ച ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവർക്ക്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഏസ് ഓഫ് വാൻസിന്റെ ഒരു കാർഡ് കാണുന്നുണ്ട്, അതോടൊപ്പം തന്നെ പേജ് ഓഫ് കപ്സ്, ഈ രണ്ട് കാർഡുകളാണ് ഒരുമിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു റീകൺസിലേഷൻ എനർജിയാണ് ഏസ് ഓഫ് വാൻസ് എന്ന് പറയുന്നത്. അവർ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു, ചെറിയൊരു മെസ്സേജോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ചിലപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും എന്നെ വേണ്ട എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മോശ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു പോയൊരു വ്യക്തി വീണ്ടും ഈ എന്തുകൊണ്ട് ഇവർ തിരിച്ചു വരുന്നു. ചിലപ്പോൾ നമുക്ക് സന്തോഷമൊക്കെ ഉണ്ട്, നമ്മുടെ പേഴ്സൺ തിരികെ വരുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം. നമ്മൾ ഒത്തിരി സ്നേഹിച്ചൊരു വ്യക്തി വീണ്ടും നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും, എന്തുകൊണ്ടാണ് ഇവർ തിരിച്ചു വന്നിട്ടുണ്ടാവുക, എന്ത് കാര്യത്തിനായിരിക്കാം, ഇനിയും ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് തന്ന് നിൽക്കാനാണോ, അല്ലെങ്കിൽ ഇനിയും എന്നെ ഒരു കാഷ്വൽ ആയിട്ട് ഒരു പ്ലേ തിങ് ആയിട്ട് കണ്ടു പോകാനാണോ എന്നൊക്കെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ ഒരു ചെറിയ മെസ്സേജ് ഒക്കെ പലർക്കും കിട്ടിയിട്ടുണ്ടാവാം, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോണ്ടാക്ട് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലരാണെങ്കിൽ അപ്പോളജി ഒക്കെ പറഞ്ഞു വന്നിട്ടുണ്ടാകാം. അപ്പൊ ഇമോഷണൽ ഓപ്പണിങ് ഇതിലൂടെ അവർ വീണ്ടും നിങ്ങളുമായിട്ട് കണക്ഷൻ തുടങ്ങാനായിട്ട് ഒരു സാധ്യത വെക്കുന്നതാണത്. അപ്പൊ ഏസ് ഓഫ് വാൻസ് കാരണം പാഷൻ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹം വളരെ ശക്തമായിട്ട്, ആ ഒരു സ്നേഹം, ആ ഒരു കണക്ഷൻ വീണ്ടും റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഇവിടെ ശക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇല്ലാത്തവർക്കാണെങ്കിൽ ഉടനെ തന്നെ അങ്ങനെ ഒരു കോളോ മെസ്സേജ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇവിടെ 5 ഓഫ് പെന്റക്കിൾസ് നമുക്ക് ഇവിടെ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് കാണിക്കുന്നത് ഒരു സെപ്പറേഷൻ എനർജി, അതായത് സ്ലോലി ആ ഒരു സെപ്പറേഷൻ എനർജി ഹീലായി മാറുന്നു എന്നുള്ള ഒരു കാര്യമാണ്. മുൻപ് ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവർക്ക് ആ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു. നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയത് ഈ ഒരു പേഴ്സൺ. അപ്പൊ ആ ഒരു എനർജി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു. നിങ്ങളില്ലാത്തത് ഇവർക്കൊരു എംപ്റ്റീനെസ് കൊണ്ട് കൊടുക്കുന്നത്, ഒരു ശൂന്യതയാണ് അവർക്ക്. എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട്, പക്ഷെ എന്തോ ഒന്ന്, നമ്മളിപ്പോ എല്ലാം നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ തോന്നും, എന്തോ എന്ന് എനിക്കില്ല, എന്തോ ഒന്ന് മിസ്സാകുന്ന പോലെ ഒരു ഫീലിംഗ്. അതാണ് അവർക്ക് തോന്നുന്നത്. അത് ആ ഒരു എംപ്റ്റിനെസ് ഇവിടെ ഉണ്ട്, ആ ഒരു റിയലൈസേഷൻ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവസാനമായിട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 10 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് ഉണ്ട്. വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഔട്ട്കം കാർഡാണ് ഇത്, ഈ ഒരു 10 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ്. അവര് നിങ്ങളെ ഒരു ടെമ്പററി കണക്ഷനായിട്ട് ഒരിക്കലും കാണുന്നില്ല എന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ലോങ് ടൈം ഫ്യൂച്ചർ നിങ്ങളിൽ കാണുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലി ടൈപ്പ് സെക്യൂരിറ്റി ഒക്കെ അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഒന്നായി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാനായിട്ട്, ആ ഒരു കണക്ഷൻ വീണ്ടെടുക്കാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവർ തിരികെ നിങ്ങളെ അന്വേഷിച്ച് വരാനായിട്ട്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലർക്കൊക്കെ കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ അന്വേഷിച്ച് വരികയാണെങ്കിൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് അവർ വരാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് പ്യുവർലി അട്രാക്ഷൻ മാത്രമല്ല, ഇമോഷണൽ കംഫർട്ടും അതുപോലെ ഫ്യൂച്ചർ സ്റ്റെബിലിറ്റി, ഈ രണ്ട് കാര്യങ്ങളാണ്, ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു എനർജിയാണ് ഇവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇമോഷണലി ഇവർക്ക് ഒരു ശൂന്യത അനുഭവപ്പെടുന്നു, ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു. അപ്പൊ നിങ്ങളിലേക്ക് വരുമ്പോൾ ആ ഇമോഷണൽ കംഫർട്ട് അവിടെ അവർക്ക് കിട്ടും. അതൊക്കെ അവർ ഇപ്പോഴാണ്, ഈ ഒരു സമയത്താണ്, ഈ ഒരു സെപ്പറേഷനിലൊക്കെയാണ് അവർ ആ ഒരു ഇമോഷണൽ കംഫർട്ടൊക്കെ അവർക്ക് കിട്ടിയിരുന്ന നിങ്ങളിൽ നിന്നാണ് തന്നെ അവർ മനസ്സിലാക്കുന്ന ഈ ഒരു സമയത്താണ്. അപ്പൊ ആദ്യ സമയങ്ങളിലൊക്കെ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ബേർഡൻ ആയിട്ട് കണ്ടിട്ടുള്ള വ്യക്തികൾ വരെ ഇവിടെ ഉണ്ട്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി പോയാൽ മതി എന്ന് ചിന്തിച്ച ആളുകൾ വരെ ഉണ്ട്. പക്ഷെ ഇത് മാറിപ്പോയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇമോഷണൽ പീസ്, അല്ലെങ്കിൽ ഇമോഷണൽ കംഫോർട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഹോം ലൈക്ക് വൈബൊക്കെ കിട്ടില്ലേ, ആ ഒരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടിയിരുന്നത് ഈ ഒരു പേഴ്സണിൽ നിന്നാണ് അവർക്ക് തോന്നിയത്. അപ്പം ഫ്യൂച്ചറിൽ ഒരു സ്റ്റെബിലിറ്റിയും ഇതിൽ നിന്നാൽ എനിക്ക് ഉണ്ടാവും എന്നുള്ള ഒരു എനർജി അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു കാരണം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിന്റെ ഓവറോൾ എനർജി പ്രകാരം അവർ നിങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് കുറച്ച് കുറ്റബോധവും അതുപോലെ ഇമോഷണൽ അറ്റാച്ച്മെന്റും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റിയും ഒരു ജെന്യുവൻ ലവും അവര് കണ്ടെത്തുന്നു ഈ ഒരു സമയത്ത്. പക്ഷെ
നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതിൽ അവർക്ക് കുറച്ചൊരു ടയേർഡായി അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിന്റെ കാരണങ്ങൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഈഗോസും അതുപോലെയുള്ള കുറച്ച് സ്റ്റേബിൾ റിലേഷൻഷിപ്പ് കിട്ടുമോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചു കളയുമോ, റിജക്ഷൻ, ഇതൊക്കെയാണ് അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. എന്നിരുന്നാലും ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റീകണക്ഷൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് അവർ നിങ്ങളെ അന്വേഷിച്ച് വരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഒരു നിങ്ങളോടുള്ള ഡീപ്പായിട്ടുള്ള ആ ഒരു ലവ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, മാസ്റ്റർ കാർഡിലാണ് നമുക്കത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, soul messages from your person. Soul messages from your person. Okay, soul messages from your person. Soul messages from your person. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു സോൾ മെസ്സേജസ് ആണ് ജസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത് മൈ ലവ് അൺകണ്ടീഷണൽ എന്നുള്ളതാണ്. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. ഓക്കെ, എൻ്റെ സ്നേഹം ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എന്ന് ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യു ഡോണ്ട് നീഡ് ടു ബി അഫ്രൈഡ്, ഐ ആം ഓൾവേസ് ഹിയർ മൈ ഡിയർ, ഐ ലവ് യു സോ മച്ച്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഐ ലവ് യു സോ മച്ച്, നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നൊരു കാര്യം കൂടി അവർ മറക്കാതെ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, യു ടച്ച് മൈ ഹാർട്ട്. ഓക്കെ, അവരുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഓക്കെ, യു ലിവ് ഇൻ മൈ തോട്ട്സ്, ഇൻ മൈ പ്രയേഴ്സ് ആൻഡ് ഇൻ എവറി ബീറ്റ്സ് ഓഫ് മൈ ഹാർട്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ഓരോ ചിന്തകളിലും അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനകളിലും അവരുടെ ഹൃദയത്തുടിപ്പിലും ഇന്നും ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളെ അവരൊരിക്കലും മറന്നിട്ടില്ല. ഓരോ നിമിഷവും അവർ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ട്, അവരുടെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്, അവരുടെ ഹൃദയം ഓരോ പ്രാവശ്യം ഇടിക്കുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. There was a time when I was suffering alone, but then you came and rescued from the darkness. Okay, അവരുടെ ലൈഫിൽ വളരെ അവർ സഫർ ചെയ്ത ഒറ്റപ്പെട്ട് നിന്ന സമയം ഉണ്ടായിരുന്നു, ഡാർക്കായി നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ. ആ ഒരു സമയത്ത് ആയിരിക്കാം നിങ്ങൾ ഒരുമിച്ച് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങൾ ഇവരിലേക്ക് ചെന്നു, ഇവരെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോയി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതൊക്കെ അത്രയും ഒരു കഷ്ടപ്പെട്ട് നിന്ന സമയത്തോ ഡാർക്കായ ഒരു സിറ്റുവേഷനിൽ അവർ നിന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ടാവാം. ഐ ലവ് യു മോർ ഡീപ്ലി ദാൻ വേർഡ്സ് ക്യാൻ എവർ ഫുള്ളി എക്സ്പ്രസ്. ഓക്കെ, എനിക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ അധികമായിട്ട് ഡീപ്പായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ വീണ്ടും പറയുകയാണ്. ഓക്കെ, ഐ മിസ് യു എവറി ഡേ. ഓരോ ദിവസവും നിങ്ങളെ അവർ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് വീണ്ടും പറയുന്നത്. ഐ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, നിന്നെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് അവർ വീണ്ടും പറയുകയാണ്. ഓക്കെ, അവർക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് വീണ്ടും ഉള്ള സോൾ മെസ്സേജസ് നമുക്ക് അതാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ബ്ലൂ കളർ ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളറ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകാം. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു കോളോ ഒരു മെസ്സേജോ ഒക്കെ ഈ ഒരു പേഴ്സണിന് ലഭിക്കാനുള്ള ചാൻസസ് നമ്മൾ കാണുകയാണ്. ഡാൻസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. ലെറ്റർ ജെ നമുക്കിവിടെ വരുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നൊരു ക്ലൂ ആണ്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. 1997 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണുള്ള ചാൻസസ് ഉണ്ട്. ലെറ്റർ ഐ നമുക്ക് കിട്ടുന്നുണ്ട്. ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1978 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. ജാനുവരി മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 1988 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗാർഡനിങ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. നമ്പർ 8 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എ നമുക്ക് കിട്ടുന്നുണ്ട്.
അതുപോലെ തന്നെ സെൻസ് ഓഫ് ഹ്യൂമർ, ഒത്തിരി തമാശയൊക്കെ പറയുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നമ്പർ 39 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വയനാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വയനാട് ജില്ലയിൽ നിന്നുള്ള ഒരു പേഴ്സൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. റെയിൻബോ സയൻസ്, റെയിൻബോസ് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാകാം. റെയിൻബോ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റത്തിന്റെ സൈനാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നല്ല മാറ്റം വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അതുപോലെ തന്നെ ലെറ്റർ N നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 22 കിട്ടുന്നുണ്ട്. ഈഗോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ് ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പേഴ്സൺ ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.